നീ ഒരു ജോലിയും ചെയ്യേണ്ട മോളെ എന്ന് പറയുന്ന ഒരമ്മയും അമ്മായിയമ്മയും ഉണ്ടാവുന്നത് ഏതൊരു പെൺകുട്ടിക്ക് ഭയങ്കര ലക്ഷറി ആയിട്ട് കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അഭിമാനം എന്നുള്ളതൊരു കളിയാക്കൽ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കളിയാക്കിയവരുടെ മുമ്പിലൊന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വാശിയും സപ്പോർട്ട് ചെയ്യുന്നവരെ നാണം കെടുത്താതിരിക്കുക എന്നുള്ളൊരു തോന്നലിൽ നിന്നുമാണ് ഞാൻ തിരിച്ചു വരുന്നത്. പറഞ്ഞാൽ കളിയാക്കും. എനിക്ക് ശൈലേഷ് സാറിനെ കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര സമാധാനമാണ്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം KS പരീക്ഷയിൽ സ്ട്രീം 1-ൽ 9ാം റാങ്ക് നേടിയ ദിവ്യ മുരളിയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദിവ്യയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ദിവ്യ. ഹായ് സർ. ദിവ്യ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി, ഞാൻ മാരീഡാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയാണുള്ളത്. അതായത് ഞാൻ മാരീഡായിട്ട് ഹസ്ബൻഡും എനിക്കൊരു മകനുണ്ട്, 2 വയസ്സാണായത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമാണ് ഉള്ളത്. എൻ്റെ അച്ഛൻ ഒരു വർക്ക്ഷോപ്പ് ആണ്, അമ്മ വീട്ടമ്മയാണ്, സഹോദരി ഫാഷൻ ഡിസൈനറാണ്. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്, കാർ റിലേറ്റഡ് ആയിട്ടുള്ള. ചെറിയ ആളാണ്. എത്ര വയസ്സുണ്ട് മോന്? 2 വയസ്സാണുള്ളത്. ആൻഡ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ അച്ഛൻ എയർപോർട്ട് അതോറിറ്റിയിൽ മാനേജറായിട്ട് റിട്ടയർ ആയിരുന്നു, അമ്മ ടീച്ചറാണ്. ഇപ്പോൾ 2 വയസ്സുള്ളൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു മോനെയും കൊണ്ട് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ സ്ട്രഗിൾസ് എന്തായിരുന്നു, അതെങ്ങനെ ഓവർകം ചെയ്തത്? ഞാനൊരു ബ്രേക്കിന് ശേഷമാണ്, ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ഒരു ബ്രേക്കും എൻ്റെ ഒരു കരിയർ ബ്രേക്കിനും ഒക്കെ ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് 2024. അപ്പോൾ അന്ന് ഞാൻ 6 മാസമേ ഉള്ളൂ എൻ്റെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ കൊണ്ടിരുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ആദ്യം വന്ന് കാണുന്നത് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സായിട്ട് വരുന്നത് ഫോർച്യൂണിലാണ്. അപ്പോൾ ശൈലേഷ് സാറിന് വന്ന് കണ്ടപ്പോൾ സാറൊരു ധൈര്യം തന്നു. ഓക്കെ, ഇഷ്യൂ ഇല്ല, നീ 2 പ്രാവശ്യം മീൻസ് എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അത് വേണ്ടതൊരു അവനവനായിട്ടൊരു ധൈര്യം വേണം. അതായത് ഇപ്പോൾ പുറത്തുനിന്ന് എത്ര പുഷ് തന്നാലും നമുക്ക് അകത്തൊരു സെൽഫ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പം ഞാനത് ഓക്കെയാണ്, ഞാനത് പുഷ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഈ പറയുന്ന പോലെ 6 മാസമുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് റൊട്ടീനൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ റൊട്ടീനൊത്ത് നമ്മൾ പോകുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതിൽ ഫാമിലിയുടെ സപ്പോർട്ടായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രഗിൾസിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്റ്റഡി റുട്ടീൻ നോക്കുമ്പോൾ ഞാൻ കൂടുതലും എൻ്റെ കുഞ്ഞ് ഉണരുന്നതോ ഉറങ്ങുന്നതോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ പഠിക്കുന്ന സമയം വരുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അവനെ നോക്കി എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഞാൻ 2 നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവർ 2 പേരും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ഈ 2 ഫാമിലിയും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരാ ഹെൽപ്പ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും, അവരെ സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു പൊസിഷൻ വരെ എത്താൻ പറ്റത്തില്ല. കാരണം മെയിൻസിൻ്റെ സമയത്തൊക്കെ ഇൻറ്റൻസ് ആയിട്ടിരുന്ന് പഠിക്കേണ്ടി വരുമ്പോൾ നീ ഒരു ജോലിയും ചെയ്യേണ്ട മോളെ എന്ന് പറയുന്ന ഒരമ്മയും അമ്മായിയമ്മയും ഉണ്ടാവുന്നത് ഏതൊരു പെൺകുട്ടിക്കും ഭയങ്കര ലക്ഷറി ആയിട്ട് കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അപ്പോൾ പഠിച്ചോ എന്ന് പറയുന്ന ഒരാളുണ്ടാവുന്നതും അങ്ങനെ ആ വാക്ക് പറയുന്നതിനപ്പുറത്തേക്ക് അതൊരു ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് അവരൊരു സപ്പോർട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാൻ പറ്റുന്നതും ഈ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും. ഇതിൽ എൻ്റെ ഒരു ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ അവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതെല്ലാന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു. ദിവ്യ ഇവിടെ 2019 ബാച്ചിൽ ഫോർച്യൂണിൽ PCM വന്നതാണ്. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തിരുന്നു അല്ലേ? 2020 തൊട്ട്. ഓക്കെ. അപ്പോൾ പിന്നെ 2021 തിരിച്ചു വന്നു പ്രിപ്പറേഷനിലേക്ക്. 24 പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്താണ് വീണ്ടും തിരിച്ച് പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് തോന്നാൻ കാര്യം? ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്തും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്കേ ഫുൾ A+ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു സ്കൂളെടുത്താൽ പകുതി പേർക്ക് കിട്ടും. അപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് 3 പേർക്കേ ഉള്ളൂ ഫുൾ A+. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് മാത്രമാണ് 9 A+ ഉള്ളത്. അപ്പോൾ തൊട്ടേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പറയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലൊരു ടാഗും നമ്മുടെ മുകളിലൊരു ആസ്പിറേഷനും വരും. നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതാണ്, നല്ല ജോലി കിട്ടുന്നൊരു തോട്ട് വരും. ദെൻ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്ന സമയത്ത് ഞാൻ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ആയിരുന്നു. അപ്പം എൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മേലാണ് ഞാൻ ബയോടെക്നോളജി എടുത്തത്. അപ്പോൾ എനിക്ക് ബയോടെക്നോളജിയിൽ റാങ്ക് ഉണ്ടായിരുന്നു, മോളിക്കുലർ ബയോളജിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിൽക്കുന്നത് അതിന് ചുറ്റുമായിരുന്നു.
അതിൽ നിന്നാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞത്. സിവിൽ സർവീസിൽ തിരിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ സിവിൽ സർവൻ്റ് ആയി ഓൾറെഡി. അത് നമുക്ക് നാട്ടിലൊരു IAS വരാൻ പോകുന്നു. അപ്പോൾ എവിടെ പോകുമ്പോഴും ആദ്യമൊക്കെ ഇതൊരു രസമുള്ള ഏർപ്പാടാണ്. നമ്മൾ ആദ്യത്തെ വർഷം പഠിക്കുന്നു, ആദ്യത്തെ വർഷം പഠിച്ച പ്രാവശ്യം പ്രിലിംസ് കിട്ടുന്നു. അപ്പോൾ പ്രിലിംസ് കിട്ടിയപ്പോൾ പകുതി കളക്ടറായി. മെയിൻസ് എഴുതാൻ പോകുന്നതിന് മുമ്പേ പോസ്റ്ററൊക്കെ അടിച്ചു തുടങ്ങി എല്ലാവരും. പക്ഷേ ആ മെയിൻസ് കിട്ടാതെ വരുമ്പോൾ ആദ്യത്തെ വർഷം ഓക്കെ ആയിരിക്കും. രണ്ടാമത്തെ വർഷം തൊട്ട് ഈ അഭിമാനം എന്നുള്ളതൊരു കളിയാക്കൽ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ കുറേ നാളായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, ഭയങ്കര പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ പഠിച്ചിരുന്നതോ അല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ച് മാർക്ക് വാങ്ങിച്ച ആൾക്കാർ PSC ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പറയും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് കണ്ടില്ല, അവന് ബുദ്ധിയുണ്ട്, അവൻ ചെറിയ ക്ലാസ് കഴിഞ്ഞു, അപ്പോൾ അടുത്ത PSCക്ക് പോയി, ആ റാങ്ക് ലിസ്റ്റിൽ കയറി, അവന് ജോലി കിട്ടി, വലിയ പഠിത്തമൊക്കെ പഠിച്ചവർ ഇപ്പോഴും വെറുതെ വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ എന്നൊരു ഇത് വന്നു. അങ്ങനെ നല്ല പ്രഷർ വന്നിട്ടാണ് ഞാൻ അവസാനം കല്യാണത്തിന് സമ്മതിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത് ഒരു വഴിക്ക് പോകുന്നില്ല, അപ്പോൾ ലൈഫെങ്കിലും, ഞാൻ 28 വയസ്സായി കല്യാണം കഴിച്ചപ്പോൾ. അപ്പോൾ 28 വയസ്സ് വരെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ പല പെൺകുട്ടികൾക്കും ഒരു സ്ട്രഗിളാണ്. കാരണം 25 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളെ ഇനി ആരും കെട്ടാൻ വരത്തില്ല എന്നൊരു മുഖത്ത് നോക്കി പറയും. എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സാരമില്ല, വരുന്നവർ വന്നാൽ മതി എന്നുള്ളൊരു തോട്ട് പ്രോസസ് ചെയ്യുന്നു. അപ്പോൾ എന്നെ കല്യാണം ആലോചിക്കുന്ന സമയത്തും ഞാൻ നോക്കിയിട്ടുള്ളത് ഇതിനെന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലിയും ഒരു ഹസ്ബൻഡിനെയും കിട്ടണം എന്നുള്ളതാണ്. എല്ലാവർക്കും കിട്ടത്തില്ല, പലരും വാക്കിന് പിന്നെ കല്യാണം കഴിഞ്ഞ് പഠിക്കുമെന്ന് പറഞ്ഞാലും പലരും പഠിപ്പിക്കത്തില്ല. പക്ഷേ എനിക്ക് ഈ പറയുന്നത് പോലെ എൻ്റെ ലക്കി പ്രിവിലേജാണ്, എനിക്ക് കിട്ടിയ ഫാമിലി വളരെ നല്ലതായിരുന്നു. അപ്പോൾ അവർക്ക് പഠിക്കാൻ പോകുന്നതും പഠിപ്പിക്കുന്നതും പഠിച്ചൊരു പോസ്റ്റ് എത്തുന്നതും ഒക്കെ അവരുടെ എല്ലാവരുടെയും അച്ചീവ്മെൻ്റായിട്ട് കാണുന്ന ഒരു ഫാമിലി എന്നായതുകൊണ്ട് അവരെനിക്കൊരു സപ്പോർട്ട് തന്നു. ആ സമയത്തും എനിക്ക് എൻ്റെ സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ കളിയാക്കലുകൾ ആവശ്യത്തിലധികം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയാക്കിയവരുടെ മുമ്പിലൊന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വാശിയും സപ്പോർട്ട് ചെയ്യുന്നവരെ നാണം കെടുത്താതിരിക്കുക എന്നുള്ളൊരു തോന്നലിൽ നിന്നുമാണ് ഞാൻ തിരിച്ചു വരുന്നതും എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കുന്നതും ഈ ഒരു റാങ്കിലെത്തുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ, കാരണം നമുക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തായിരുന്നു? ആൻഡ് എന്തായിരുന്നു ആ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് നാൾ ഞാൻ പഠിപ്പിക്കുന്നതായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു, ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ എന്നാലും ഞാൻ ഒരു സബ്ജക്റ്റിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ളൊരു പ്രോബ്ലം എനിക്ക് തന്നെ അറിയാമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം എനിക്ക് ഫീൽഡുമായിട്ടേ ബന്ധമില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ശൈലേഷ് സാറിൻ്റെ അടുത്ത് പറയുന്നതാ, 2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാൻ വാർത്തകൾ കേൾക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ടെന്നുള്ളതിനപ്പുറം ഒരു സിവിൽ സർവൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോ ചെയ്യുന്ന അത്രയും മാത്രം ആഴത്തിലുള്ള വായനയോ കാര്യങ്ങളിലെ അപ്ഡേഷൻസോ ആ സമയത്തൊന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പോലും ചിലത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ എന്നൊരു എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ റീഓർഗനൈസേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം JNKയുടെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ചില അമെൻമെൻറ്റ്സ് ഒന്നും എനിക്ക് ക്ലാസ്സിൽ പറയുന്ന സമയത്ത് എനിക്ക് ഇറ്റ് വാസ് ഓൾ ന്യൂ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ദൈവമേ, ഇതിനു വേണ്ടി പഠിച്ച് മെയിൻസ് എഴുതിയ ഒരാളെന്ന രീതിയിൽ ഞാൻ എന്തുമാത്രം താഴേക്ക് പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് എനിക്ക് ഡെയിലി ക്ലാസ്സിൻ്റെ റെക്കോർഡ് വീഡിയോ ആക്സസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലി ചിന്തിച്ച കാര്യമാണ്, ഈ 2 വർഷത്തെ ക്ലാസ് കണ്ട് കഴിയുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ സെലക്റ്റീവായിട്ട് 1 വർഷത്തെ കമ്പൈലേഷൻ എടുത്ത് വായിച്ച്, അത്യാവശ്യം നമുക്കിപ്പോൾ പ്രിലിംസിനായാലും മെയിൻസിനായാലും കമ്പൈലേഷൻ വരുമല്ലോ, അത് വായിച്ച് അത്യാവശ്യം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്കി പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ തീരുമാനിച്ചു. പിന്നെ വരുന്നത് ഈ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൊക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. പ്രത്യേകിച്ചും ഞാനൊരു 6 മാസമുള്ള പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മ എന്തൊക്കെ പറയാം, നമുക്ക് കിട്ടുന്ന കുറേ ലക്ഷറി ഉണ്ട്. എപ്പോഴേലും എഴുന്നേക്കാം, എപ്പോഴേലും ഉറങ്ങാം, അവരെ കൂടെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഒരു കുഞ്ഞുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കളിയിലും ചിരിയിലും ഒക്കെ ജീവിച്ച് പോകാൻ തീരുമാനിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് അതൊക്കെ വേണ്ടാന്ന് വെച്ചിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഒരു 8 അവർ 9 അവർ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യം. ഞാനിരുന്ന് പഠിച്ചിട്ടില്ല, സത്യസന്ധമായിട്ട് പറയാം. ഞാനൊരു 8 അവറെങ്കിലും ത്രൂ ഔട്ട് പ്രിലിംസിന് വേണ്ടിയിട്ടോ മെയിൻസിന് വേണ്ടിയിട്ടോ ഇരുന്ന് പഠിച്ചിട്ടില്ല. ഞാൻ പല ബ്രേക്കുകളിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും 8 അവർ പഠിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ. ഈ കുഞ്ഞിൻ്റെ ഹെൽത്ത്, എൻ്റെ ചില മൂഡ് സ്വിങ്സ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പഠിച്ച ആളാണ്. പക്ഷേ പഠിച്ച് തീർക്കും എന്നുള്ളൊരു ടൈം ലൈൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലീനിയൻ്റ് ആയിട്ടാണ് ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ബേസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഹിസ്റ്ററി ചിലപ്പോൾ 5 ദിവസം കൊണ്ടോ 6 ദിവസം കൊണ്ടോ പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷേ അത് ഞാൻ അങ്ങനെ ഇരിക്കണം എന്ന് എനിക്കറിയാം. അപ്പം ഞാനത് 10 ദിവസം വയ്ക്കും. കാരണം എന്തെങ്കിലും ഒരു കാരണം, കുഞ്ഞിനൊരു പനി വന്നാൽ എൻ്റെ ഷെഡ്യൂളെല്ലാം തെറ്റും, എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഇതെല്ലാം തെറ്റും. അപ്പം ഞാൻ അതെല്ലാം കണക്ക് കൂട്ടി 10 ദിവസത്തിനകത്ത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു നിൽക്കുക, അത് അത്യാവശ്യം റിവൈസ് ചെയ്യുക. അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇന്ന കാര്യം ചോദിച്ചാൽ അത് എനിക്ക് അറിയാമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം. പിന്നെ അറിയാത്ത കാര്യങ്ങൾ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുമ്പോൾ
അതിൽ നിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പ്രത്യേകിച്ച് വെച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. എനിക്കായിട്ടൊരു ടൈം ഷെഡ്യൂൾ അങ്ങനെ ഒരു കാര്യമൊന്നും എനിക്കിപ്പോൾ ഒരു ടോപ്പർ അച്ചീവ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് പോലത്തെ ഒരു ഷെഡ്യൂളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കും എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. പ്രിലിംസിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇതെല്ലാം വായിച്ചു തരുന്നു, അത്യാവശ്യം നല്ലൊരു ടെസ്റ്റ് സീരീസ് കൊടുത്ത് അതിൽ നിന്ന് വന്ന തെറ്റുകളൊക്കെ നോക്കി അതിൻ്റെ നോട്ട് വെച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും അതാണ്. ഞാൻ ടെസ്റ്റ് സീരീസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. എനിക്കൊരു കണ്ടന്റ് ഉണ്ട്, അതിൽ റീവർക്ക് ചെയ്യുന്നതിന് പകരം അത് അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. മെയിൻസിന് വരുന്ന സമയത്ത് ഞാൻ മെയിൻസിലെ സിലബസിൻ്റെ ഓരോ ടോപ്പിക്കും എടുത്ത് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. സിലബസിലെ ഓരോ വേർഡും എടുത്ത് ആദ്യം നമ്മുടെ കയ്യിലുള്ള നോട്ടും പിന്നെ ഞാനത് ChatGPT പ്രോംപ്റ്റ് കൊടുക്കുമായിരുന്നു. പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർ തരുന്ന നോട്ടിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും കൂടി കാരണം ഞാൻ കറണ്ട് അഫയേഴ്സിൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഒരു ലാസ്റ്റ് 2 ഇയറിലെ റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു നോട്ട് ജനറേറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള നോട്ട് ഫൈനൽ ചെയ്ത് അത് എനിക്ക് എഴുതാൻ മടിയുള്ള ആളായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചും റിവൈസ് ചെയ്യുകയും ചെയ്തിട്ട് കീവേഡ് കളക്ഷൻ ഉണ്ടാക്കുമായിരുന്നു. അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും എൻ്റെ ഒരു ഹാബിറ്റായിരുന്നു. നമുക്കിപ്പോൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഫുള്ള് സ്ട്രക്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കീവേഡിൻ്റെ ഒരു കളക്ഷൻ, ഒരു ഇഷ്യൂവിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സോ ഡേറ്റയോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ അത് മാത്രം ഒരു നോട്ടായിട്ട് ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് മൾട്ടിപ്പിളായിട്ട് റിവൈസ് ചെയ്ത് അത് ആൻസർ റൈറ്റിങ്ങിൽ കൊണ്ടുവരാൻ നോക്കുമ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ദിവ്യയുടെ പ്രിപ്പറേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് UPSC ആണ്. പക്ഷേ KS ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ UPSC പ്രിപ്പറേഷനും KSും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? നമ്മളിപ്പോൾ സിലബസിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഓൾമോസ്റ്റ് UPSCയുടെ സിലബസുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നൊരു സിലബസ് തന്നെയാണ്. നമുക്ക് എത്തിക്സിൻ്റെ പേപ്പറില്ല എന്നുള്ളതും KSന് കേരളയുടെ പോർഷൻസ് എക്സ്ട്രാ ആയിട്ട് പഠിക്കണം എന്നുള്ളതുമാണ് അതിൽ വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ UPSCക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് KS പോലുള്ള എക്സാം, ഇപ്പോൾ KS പോലെ വരുന്ന ബാക്കിയുള്ള എക്സാംസും അതർ സ്റ്റേറ്റിൻ്റെ എക്സാമും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ കേരള സ്പെസിഫിക് പോർഷൻസ് പഠിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ നല്ല സോഴ്സസ് കിട്ടത്തില്ല കേരള ഹിസ്റ്ററിക്ക്. ഇപ്പോൾ നമ്മൾ PSC ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നമുക്ക് KSന് വേണ്ടിയിട്ട് അത്രയും നല്ല സോഴ്സ് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സോഴ്സ് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്രിഡ്ജ് കോഴ്സ് ഞാൻ ഇവിടുത്തെ ബ്രിഡ്ജ് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേരള പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ UPSCയിൽ ആൻസർ റൈറ്റിങ്ങിനുണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും ഞാൻ ഈ പഠിപ്പിക്കുകയും മെൻറ്റർ ചെയ്യുകയും കിട്ടിയപ്പോൾ എനിക്ക് ഇത് കുറേ ഇൻസൈറ്റ്സ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും സർവീസിലുണ്ട്. അപ്പോൾ അവരൊക്കെ എഴുതുന്ന ആൻസർ റൈറ്റിംഗ് ഫോർമാറ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിതിൽ ആൻസർ റൈറ്റിങ്ങിൻ്റെ ടൈമിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഇഷ്യൂ ആണ്. എനിക്ക് എൻ്റെ വീക്ക്നെസ് എഴുതുന്ന സമയത്തും ഇവിടെ മോക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്തും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പെർഫെക്ഷനിസം എങ്ങനെയാണ് ഒരു ഇഷ്യൂ ആവുന്നതെന്ന്. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ വർക്ക് ചെയ്യാൻ ടെൻഡ് ആവും. കാരണം എത്ര നമ്മൾ എഴുതിയാലും ഇത് നല്ലതല്ല, ശരിയായില്ല, കുറച്ചുകൂടി ബെറ്റർ ആവാമെന്നൊരു തോട്ട് പ്രോസസ്സ് വരും. അപ്പം നമ്മൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ സമയത്ത് ആ ഒരു സാധനം ഭയങ്കരമായിട്ട് നമ്മളെ ഡ്രാഗ് ചെയ്യും. നമ്മൾ എത്ര നല്ല ആൻസർ എഴുതിയാലും എത്രയൊക്കെ പെർഫെക്റ്റ് ആണെന്നൊരു ഫാക്കൽറ്റി പറഞ്ഞാലും നമുക്ക് ഇതുകൂടെ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ, ഒരു മാർക്ക് കൂടി കിട്ടിയേനെ എന്നൊരു തോട്ട് പ്രോസസ്സ് വരും. അപ്പം ഞാനത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മാക്സിമം കീവേഡുകൾ കയ്യിലുള്ളതെങ്കിലും ആൻസറിനകത്ത് തിരികെ കയറ്റി കഴിഞ്ഞാൽ അത് നല്ലൊരു ആൻസർ ആണെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കുറച്ചൊന്ന് മനസ്സമാധാനപ്പെടും. അപ്പോൾ അതിൻ്റെ ബേസിൽ അത് ആൻസർ എഴുതിയൊക്കെ പോയിട്ടാണ് ഞാനിത് ഈ ഒരു സ്കോറിലേക്ക് വന്നത്. ബട്ട് KSന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു PSC ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനം കവർ ചെയ്തെടുക്കുന്നത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു ടാസ്ക് ആയിരിക്കും. കാരണം അവർ ഈ റെഗുലറായിട്ട് പഠിക്കുന്ന കേരള സിലബസിൻ്റെ അല്ലെങ്കിൽ കേരള PSCയുടെ സിലബസുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നൊരു സാധനമല്ല ഇത്. UPSCയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരും UPSC ആസ്പിറൻസ് തന്നെയാണ് ഇതിൽ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് UPSC നോക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു സെക്കൻഡ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടെയാണെന്ന് ഞാൻ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻസിന് കീവേഡ്സ് വെച്ചിട്ട് ആൻസർ പ്രിപ്പയർ ചെയ്തു, പഠിച്ചു. പക്ഷെ നമ്മൾ അത്ര എഴുതി പ്രാക്ടീസ് ചെയ്തില്ല. പക്ഷെ ആ എഴുതി പ്രാക്ടീസ് ചെയ്യാത്തത് എക്സാമിൽ എങ്ങനെയെങ്കിലും റിഫ്ലക്റ്റ് ചെയ്തോ? ഈ എഴുതി പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലത് കൈക്ക് ഒരു സ്വെല്ലിങ്ങും നമ്പിങ്ങും പോലൊരു ഇഷ്യൂ വന്ന സമയത്താണ് ഈ എഴുത്ത് എന്ന് പറയുന്നൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ ബ്രേക്ക് വരുമ്പോൾ കുറേ ആ 2 വർഷത്തെ സമയത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതാറും വായിക്കാറും ഒന്നുമില്ല. അപ്പോൾ എനിക്ക് എഴുതുന്ന സമയത്ത് ഈ കൈ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് പഠിക്കുന്ന സമയവും എഴുതുന്ന സമയവും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ എഴുത്ത് കുറച്ച് പഠിക്കുന്നത് കൂട്ടാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ഫസ്റ്റ് ഫേസ് ചെയ്യുന്നത് മോക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ലീനിയൻസി ഉണ്ട്. തീർത്താലും തീർത്തില്ലെങ്കിലും പ്രശ്നമില്ല, മോക്കാണല്ലോ, അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊരു ഇത് വരും. അപ്പോൾ ഞാൻ ആക്ച്വൽ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ പേപ്പർ 1 തീരാൻ അരമണിക്കൂറുള്ളപ്പോൾ എനിക്ക് 6 ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അതായത് 6 ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ബ്ലാങ്ക് കിടപ്പുണ്ട്.
അതിൽ 2 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 1 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അങ്ങനെയുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവാൻ തുടങ്ങി. എന്നാൽ ഫസ്റ്റ് പേപ്പർ ഞാൻ എങ്ങനെയെങ്കിലും എഴുതി കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. അവസാനത്തെ പേന വയ്ക്കുന്ന ബെല്ലടിക്കാൻ ഞാൻ നിൽക്കുന്ന സമയം വരെ ഞാൻ ആൻസർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഇഷ്യൂ ഞാൻ അപ്പോഴേ തന്നെ മനസ്സിലാക്കി. കാരണം ഞാനിതിങ്ങനെ പതിയെ എൻ്റെ പേസിനൊക്കെ ഇരുന്ന് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മനസ്സിലാക്കി. ആൻഡ് രണ്ടാമത്തെ പേപ്പർ വന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആദ്യമേ എഴുതി തുടങ്ങി. ഞാൻ ആദ്യത്തെ പേപ്പറിൽ കാണിച്ച മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ക്വസ്റ്റ്യനെയൊക്കെ സ്കാൻ ചെയ്ത് ഇതൊക്കെ എനിക്കറിയാമെന്നുള്ളൊരു ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാക്കി അതിനുശേഷം എഴുതി തുടങ്ങുക എന്നുള്ളൊരു രീതിയായിരുന്നു. അത് ഞാനങ്ങ് ഉപേക്ഷിച്ചു. ആദ്യം തൊട്ട് എഴുതി തുടങ്ങി. അറിയാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക, ഒരു നിമിഷം പോലും ആൻസർ ആലോചിക്കാതിരിക്കുക, അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതുക. ആൻഡ് അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് പേപ്പറിലും തേർഡ് പേപ്പറിലും വന്നപ്പോൾ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ 2 പേപ്പർ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡയഗ്രാം ഒക്കെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റി, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ മോക്ക് എടുക്കുന്ന സമയത്ത് ടൈം ലിമിറ്റിനകത്ത് എഴുതി തീർക്കുക എന്നുള്ളതും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയാലും ഓരോ മോക്കിലും കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. ഞാനിപ്പോൾ ഞാൻ സിവിൽ സർവീസിൻ്റെ അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് മെയിൻസിന് ശേഷം വരുന്ന സ്റ്റേജാണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി? ഇൻ്റർവ്യൂവിന് ഈ പറയുന്നത് പോലെ നമുക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. അപ്പോൾ ആ ബേസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഇവൻറ്റ്സും ഇപ്പം നടക്കുന്ന ഇഷ്യൂസും ഒക്കെ ചോദിക്കും എന്നുള്ളത് ജനറലി എല്ലായിടത്തും നമുക്ക് കിട്ടിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട്സ് തന്നെ ഒന്ന് എന്തെങ്കിലും കണ്ടൻറ് പാർട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള രീതിയിൽ റെഡിയാക്കുക. പിന്നെ ഞാൻ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ചേരുമ്പോൾ അവർ മെജോറിറ്റി ചോദിക്കാൻ ഇഷ്യൂ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയ ചെറിയ നോട്ട്സ് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ കോർ ഇഷ്യൂസും സൊല്യൂഷൻസും നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ള രീതിയിൽ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സ് ഉണ്ടാക്കുമായിരുന്നു. അതിൽ ഈ പറയുന്ന പോലെ ഞാൻ ChatGPT യൂസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒരു ലാബറേറ്റ് നോട്ടും തരും, ഒപ്പം ഒരു 30 സെക്കൻഡ് ആയിട്ടുള്ള ക്രിസ്പ് വെർഷനും തരും. അപ്പം ഞാൻ നോട്ട് വായിച്ചിട്ട് എൻ്റെ ഓൺ വേർഡ്സ് ആയിട്ട് ഈ 30 സെക്കൻഡ് വെർഷനെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ 2 വർഷത്തെ ബ്രേക്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത സാധനം എൻ്റെ സ്പീക്കിംഗ് സ്കില്ലാണ്. റെഗുലറായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ഫസ്റ്റ് മോക്കിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേർഡ്സ് ഒന്നും റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്യൂ വന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ മിണ്ടാതെ മുഖത്ത് മുന്നിഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂവിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇത് റെഗുലറായിട്ടൊരു മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കാതെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോർഡിന് മുമ്പിലും ഈ ഒരു ഇഷ്യൂ വരാനും ഞാൻ പാനിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നാളിങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളൊരു, കാരണം ചെറിയ സ്പാൻ ഓഫ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് എൻ്റെ ഈ അവസാന ഒറിജിനൽ ഇൻ്റർവ്യൂ വരുന്നത് 23rd അപ്പോൾ 20th എങ്ങാനും ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അത് കവറപ്പ് ചെയ്യാനുള്ള ടൈമും ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഇത് കവർ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്നോവേറ്റീവായിട്ട് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല, ChatGPTക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചു. അപ്പോൾ ഞാൻ അതിന് എൻ്റെ ബയോഡേറ്റ കൊടുത്തിട്ട് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള ലിസ്റ്റുണ്ട്. അപ്പോൾ ആ ലിസ്റ്റും കൂടെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓറൽ മോക്ക് കണ്ടക്ട് ചെയ്യാൻ ChatGPTയോട് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡിമാൻഡ്സ് വെച്ചത് എൻ്റെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, കറണ്ട് അഫയേഴ്സ് ഇന്ന കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, എനിക്ക് ഓവർ എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളത് 2 മോക്ക് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 30 സെക്കൻഡിനകത്ത് ആൻസർ നിർത്തണം, ഒരു 3 സെൻറ്റൻസ് ഫോർമുലയിലേക്ക് എൻ്റെ ഷോർട്ട് സെൻറ്റൻസും 3 സെൻറ്റൻസ് 4 സെൻറ്റൻസ് മാക്സിമം വരുന്ന രീതിയിൽ നിർത്തണം. എനിക്കിതെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് 45 മാർക്കിന് എത്ര മാർക്ക് എനിക്ക് കിട്ടും, എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ് എന്നുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15 മോക്ക് ഇൻ്റർവ്യൂ ഞാൻ ChatGPTയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചധികം പോസിബിൾ ക്വസ്റ്റ്യൻസ്, എങ്ങനെ ആൻസർ ഫോർമുലേറ്റ് ചെയ്യണം, ഒന്നുമല്ല സംസാരിക്കാനുള്ള ധൈര്യം കിട്ടി. കുറേ നാളായിട്ട് സംസാരിക്കാതിരിക്കുന്നതിൽ നിന്ന് എനിക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള ആ ഒരു കുറേ ഇൻഹിബിഷന് മാറിക്കിട്ടിയതിൽ നിന്നാണ്. അതിനുശേഷമാണ് ഞാൻ മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത്. അതിലും ആദ്യത്തെ 2 മോക്ക് ഇൻ്റർവ്യൂവിൽ എനിക്ക് എന്നെ തന്നെ വലിയ സൈധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ പാനൽ എന്നോട് പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ക്ലാസ് എടുക്കുകയും ഇത്രയൊക്കെ പഠിക്കുകയും ചെയ്തവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഒന്ന് നാണക്കേടാണ്, 2 അത് അവനവനിൽ ഉള്ള വിശ്വാസമില്ലായ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാനലിലാണ് എനിക്ക് ഒരു ഹാഫിന് ശേഷം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇഷ്യൂ ഒന്നുമില്ല, ഇംഗ്ലീഷിൽ തന്നെ മോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഫോർച്യൂണിലെ മോക്കിന് വന്നു. ആൻഡ് ഫോർച്യൂണിലെ മോക്കും എൻ്റെ ഒറിജിനൽ ഇൻ്റർവ്യൂ സെയിം ആയിരുന്നു. കാരണം അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് ഒറിജിനൽ ഇൻ്റർവ്യൂവിലും വന്നത്. ഇവിടെ ഞാൻ ഫുൾ ഇംഗ്ലീഷ് മോക്കാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക്
ഇംഗ്ലീഷിൽ മോക്ക് ഇൻ്റർവ്യൂവിന് പിന്നെ അടുത്തുള്ള മോക്കുകളെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. അപ്പം ആ ഒരു ഇഷ്യൂ എനിക്ക് മാറി കിട്ടി. ആൻഡ് ആക്ച്വൽ ഇൻ്റർവ്യൂവിന് വന്ന സമയത്തും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കിതെല്ലാം അറിയാം. നമ്മൾ ഈ എക്സാമിന് പഠിച്ചു പോയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു കോൺഫിഡൻസിലും കൂടെ ആയിരിക്കും എനിക്ക് ഇൻ്റർവ്യൂവിന് 33 മാർക്കുണ്ട് അത് കിട്ടിയത്. എൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു 20 മാർക്കോ 22 മാർക്കോ വന്നിട്ട് അവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞേനെ. കാരണം മിണ്ടാതിരിക്കുന്നവരൊക്കെ അതിൽ കൂടുതൽ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. മിനിമം മാർക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ പറയാനേ വരത്തുള്ളൂ. ഞാൻ എൻ്റെ മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ധൈര്യം ഇവിടെ ചോദിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു അവിടെ ചോദിച്ചത്. ഒരു എക്സാക്ട് ഡേറ്റ ഫിഗർ ഉണ്ടായിരുന്നു, ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ പെർസെൻറ്റേജ് എത്ര എന്ന് പറയാൻ പറഞ്ഞു. എനിക്കറിയില്ല എന്ന് ഞാൻ കൺഫ്യൂസ് ചെയ്തു. അത് മാത്രമേ ഞാൻ പറയാതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടുത്തെ മോക്കിൽ വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എനിക്കറിയാവുന്നതായിരുന്നു, എൻ്റെ അടുത്ത് ഇവിടെ ചോദിച്ച ചോദ്യങ്ങളാണ്, അതെല്ലാം ഞാൻ പറഞ്ഞു. സന്തോഷം എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനിൽ ഇറങ്ങി. നമ്മൾ മെയിൻസും ഇൻ്റർവ്യൂവും കവർ ചെയ്തു, പക്ഷേ പ്രിലിംസിനെ കുറിച്ച് കാര്യമായി സംസാരിച്ചില്ല. നമ്മുടെ MCQ സോൾവിങ് സ്കിൽ അത് ദിവ്യ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ആൻഡ് KS സ്പെസിഫിക്കലി എന്തെങ്കിലും ചെയ്തിരുന്നോ പ്രിലിംസിന്? സിവിൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ മോക്ക് എടുക്കുന്ന സമയം നമ്മളിപ്പോൾ എത്ര പഠിച്ചാലും നമ്മളൊരു പ്രിലിംസ് ടെസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചതിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് തെറ്റിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. കാരണം ഞാൻ ആദ്യത്തെ മോക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും ഫോർച്യൂണിൽ മോക്ക് വരുന്നത്. അപ്പോൾ ഞാൻ PTS ഒക്കെ വരുമ്പോൾ എല്ലാം പഠിച്ചു. ഓക്കെ, അത് പകുതി സിലബസ് ആണല്ലോ, എന്താ പകുതിയാക്കിയത്, മൊത്തം ഇടാത്തത് എന്താന്നൊക്കെ ഉള്ള ധൈര്യത്തിലായിരുന്നു. ഇവിടെ വന്നു എൻ്റെ ആദ്യത്തെ PTS കൊടുത്തപ്പോൾ എനിക്ക് 58 മാർക്കാണ്. എങ്ങനെ 58 മാർക്ക് കിട്ടിയത്, എനിക്കെല്ലാം അറിയാമായിരുന്നല്ലോ എന്നുള്ളത് ഇത്തോട്ടിലായിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയത്തില്ല, ബാക്കിയെല്ലാം അറിയാമല്ലോ. കാരണം ഡിറ്റോ ലക്ഷ്മികാന്തിലുള്ളതും NCERT ഉള്ളതിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും PTSന് ആദ്യത്തേക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഓക്കെ, ഞാൻ ഈ വാക്ക് ശ്രദ്ധിച്ചില്ല. റൈറ്റ് ടു സ്ട്രൈക്ക് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, അതല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ റൈറ്റ് ടു സ്ട്രൈക്ക് വരെ വായിക്കുന്നുള്ളൂ, അതല്ല എന്നുള്ള സാധനം എൻ്റെ ശ്രദ്ധയിൽ വരുന്നില്ല. ആൻഡ് ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, ഞാൻ കറക്റ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നെ മനസ്സിലായി ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ല എക്സാമിന് ചോദിക്കുന്നത്, അറിയാത്ത കാര്യങ്ങളും ചോദിക്കും, അറിയാവുന്നതിൻ്റെ ആപ്ലിക്കേഷനും ചോദിക്കും. അപ്പോൾ മൊത്തം പഠിച്ചിട്ട് പോകുന്ന ഒരു പരീക്ഷയല്ല സിവിൽ സർവീസും KSും എന്നുള്ളത് എനിക്ക് എപ്പോഴും മനസ്സിലായി. പിന്നെ ഈ ലോജിക്കൽ സ്കില്ല് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ട്രെയിനിങ് ഒന്നും പോയിട്ടില്ല. PYQs സോൾവ് ചെയ്യും. പിന്നെ ഇവിടെയും ക്ലാസ് എടുക്കുമല്ലോ, നമുക്ക് PTSൻ്റെ കൂടെ തന്നെ ക്ലാസ് കാണും, PYQ ലാബ് കാണും, ഇന്ന പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്, ഇങ്ങനെ നമുക്കത് ഡിഡക്റ്റ് ചെയ്യാം. അപ്പം പിന്നെ നമ്മൾ ഓണായിട്ട് വർക്ക് ചെയ്യണം. കുറച്ച് UPSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പർച്ചേസ് ചെയ്ത് അത് വെച്ച് നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ആ സിലബസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പോകുമായിരുന്നു. ഇങ്ങനെ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഇതിന് എത്ര ക്വസ്റ്റ്യനാണ് ചോദിച്ചെന്ന് നോക്കി അത് വർക്ക് ചെയ്യും. അപ്പോൾ അതിൽ നമുക്കറിയാത്ത ഡേറ്റ എന്താണ്, അല്ലെങ്കിൽ കുറച്ച് പഴയതായാലും അതെന്തുകൊണ്ടാണ് നമുക്കറിയാതെ പോയത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് അത് കാണുന്നതെന്നുള്ളത് നോക്കി അതൊന്ന് മാപ്പ് ചെയ്യുമായിരുന്നു. ആൻഡ് അത് തന്നെയാണ് ഞാൻ പ്രിലിംസിനും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രിലിംസിനായിട്ട് ഒരിടത്തും ഒരു കോഴ്സിന് പോയിട്ടില്ല. KSൻ്റെത് ഓൾറെഡി ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും ഞാൻ ഇവിടെ റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2024. അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഒരു അനാവശ്യ ധൈര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ധൈര്യത്തിൽ ഞാനങ്ങ് പോയി. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പേപ്പർ KSൻ്റെത് മോസ്റ്റ്ലി ലോജിക്കലായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല ഈസി ആയിരുന്നു. ഫസ്റ്റ് പേപ്പർ ഈസി ആയിരുന്നുണ്ടെങ്കിലും സെക്കൻഡ് പേപ്പറിൽ ഒരു 90 മാർക്ക് എന്തായാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ നല്ല രീതിയിൽ നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്ത് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം പലർക്കും സെക്കൻഡ് പേപ്പർ പാടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് സെക്കൻഡ് പേപ്പർ ആയിരുന്നു കമ്പാരിറ്റീവ്ലി നല്ല ഈസിയർ. കാരണം ഞാൻ സെക്കൻഡ് പേപ്പർ ഒരു അരമണിക്കൂർ ചെയ്ത് തീർന്ന ആളാണ് പ്രിലിംസിൻ്റെ. കാരണം ലോജിക്കലി നമുക്ക് ഇന്ന കാര്യങ്ങൾ നോക്കി അത് സോൾവ് ചെയ്യാൻ പറ്റും. അത് മേ ബി നമുക്ക് UPSCയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും നമ്മളതിങ്ങനെ പഠിച്ചത് മാത്രമേ അറ്റൻഡ് ചെയ്യൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഇല്ലാത്തത് കൊണ്ടുമായിരിക്കും. അപ്പോൾ പ്രിലിംസിന് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നതിനേയും കാട്ടി കൂടുതൽ മോക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ബെനിഫിറ്റ്. കാരണം നിങ്ങൾ കുറച്ചേ പഠിച്ചോളെങ്കിലും പോയി മോക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് തെറ്റ് പറ്റുന്നതെന്നുള്ളതും ഒപ്പം തന്നെ നമുക്ക് കാര്യവും പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ വായിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരിക്കൽ തെറ്റിയ സാധനം എന്നും ഓർമ്മിച്ചിരിക്കും, ഇതായിരുന്നു തെറ്റെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിച്ചിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ടെസ്റ്റ് സീരീസാണ് ഏറ്റവും കൂടുതൽ ഈ KSൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സസ് അങ്ങനെ ഞാൻ പോയിട്ടേ ഇല്ല. കാരണം കണ്ടൻറ്റ് നമുക്ക് എപ്പോഴും വേണം ബിൽഡ് ചെയ്യാം. പക്ഷേ റൈറ്റിംഗ് സ്കില്ലും PYQ സോൾവിങ്ങും മോക്ക് സോൾവ് ചെയ്യുന്ന സാധനം നമുക്ക് ആ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സാമോടെ ഇരുന്ന് കരയേണ്ടി വരും. ദിവ്യ 2019 ഓൾറെഡി ഫോർച്യൂണിൽ ഒരു പ്രാവശ്യം പഠിച്ചതാണ്. 2024 വീണ്ടും ജോയിൻ ചെയ്തു. അപ്പം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാമെന്നോ അങ്ങനെ ഒരു ആലോചന ആരെങ്കിലും പറയുകയോ വീണ്ടും ഫോർച്യൂണിൽ തന്നെ വരാൻ കാര്യം എന്താ? ഞാൻ 2019 ഫോർച്യൂണിൽ ജോയിൻ ചെയ്ത് ഇവിടുത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ സ്ട്രോങ് ബേസാണ് ഞാനൊരു ടീച്ചർ ആവാനുണ്ടായിരുന്ന ഒന്നത്തെ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ ബ്രേക്കൊക്കെ വന്ന് ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ
തിരിച്ച് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ മദറിലോ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡൽഹിയിൽ പോയി ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡൽഹിയിൽ നിന്നാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഫോർച്യൂണിൽ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ഫോർച്യൂണിൽ തന്നെ പോകണോ, നമുക്ക് കുറച്ചും കൂടി നല്ലിടത്ത് പോവാം, എല്ലാവർക്കും കൂടി പോവാം, കുഞ്ഞുമൊക്കെ ഉള്ളതല്ലേ, നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, എവിടെ വേണോ നമുക്ക് പോയി പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഈ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീട്ടിൽ പറഞ്ഞതാണ്, ഇതെൻ്റെ സെക്കൻഡ് ഫാമിലിയാണ്, അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് ഹോമാണ്. എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു മനസ്സമാധാനം എനിക്ക് പറഞ്ഞാൽ കളിയാക്കും. എനിക്ക് ശൈലേഷ് സാറിനെ കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര സമാധാനമാണ്. എനിക്ക് ശൈലേഷ് സാറിനെ കണ്ട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബോ, അല്ലെങ്കിൽ അപ്പം എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ശൈലേഷ് സാറിൻ്റെ മുഖത്തേക്ക് പറയാം നിന്നെക്കൊണ്ട് പറ്റും എന്ന് ശൈലേഷ് സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി എന്നെക്കൊണ്ട് പറ്റും. അത് പക്ഷേ വേറെ ആരെന്നോട് പറഞ്ഞാലും എനിക്ക് കിട്ടത്തില്ല. ഞാൻ ഇവിടെ വന്നിട്ടും രണ്ടാമത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ശൈലേഷ് സാറിനെയാണ് കണ്ടത്. അപ്പോൾ ശൈലേഷ് സാർ കുറച്ച് നേരം അവനെ കളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചാൽ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ റീജോയിൻ ചെയ്യണം, ഞാൻ ബാച്ചിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു ബാച്ചിൽ ഫുൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൺലൈൻ റെക്കോർഡിംഗ് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വന്നേ പറ്റൂ, ഇരുന്ന് ക്ലാസ്സിൽ കണ്ടാലേ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കയറാമെന്ന് പറഞ്ഞു. കാരണം 2 പ്രാവശ്യം മെയിൻസ് എഴുതിയ ഒരാളെ വീണ്ടും ക്ലാസ്സിൽ കണ്ടിരുത്തി അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വീക്കായിട്ടുള്ള പോർഷൻസും എനിക്ക് റീവർക്ക് ചെയ്യണം ആഗ്രഹമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ കണ്ടാൽ മതി. അപ്പോൾ അത് സ്വയമായിട്ട് കണ്ടുപിടിച്ച് എനിക്ക് ജോഗ്രഫി വീക്കായിരുന്നു. അപ്പോൾ ജോഗ്രഫി എനിക്ക് നന്ദേശ്വർ സാറിൻ്റെ ക്ലാസ് കാണപ്പോൾ അത് നല്ല സ്ട്രോങ് ആയി. ആൻഡ് സാറ് പഠിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് പല ക്വസ്റ്റ്യൻസും KS വന്നിട്ടുള്ളത്. അപ്പോൾ KS ഞാൻ നല്ലതുപോലെ മാപ്പൊക്കെ വരച്ച് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ സാറ് പഠിപ്പിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയാണ്. അപ്പം പൊളിറ്റി ആവുന്ന സമയത്തും ഹിസ്റ്ററി എഴുതുന്ന സമയത്തും ഒക്കെ എനിക്ക് കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ശൈലേഷ് സാർ അങ്ങനെ നോട്ട് എഴുതാൻ സമ്മതിക്കാത്ത ക്ലാസ്സാന്ന് പറയുന്നത് പല കുട്ടികളും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി 2019 ഞങ്ങളുടെ ബാച്ചിൽ ഓൺലൈൻ ഇല്ല, കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ഓൺലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പേനയും പേപ്പറും ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ക്ലാസ്സസ് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് കേട്ട ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിൻ്റെ സമയത്തും മെയിൻസിൻ്റെ സമയത്തും ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ പകർത്താൻ പറ്റുന്ന ഒരു എക്സാം അല്ല. കുറേയൊക്കെ നമ്മൾ ഇത് ഇൻ്റർ കണക്ട് ചെയ്യുന്നതും കുറേ നമ്മൾ കേട്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ നമ്മളുടെ മനസ്സിൽ അപ്പോഴും വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശൈലേഷാൻ്റെ ക്ലാസ്സൊക്കെ വേറൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ കളിയാക്കലുകളും ജിന്ന വന്നു എന്നുള്ളതും ഗാന്ധിജി ഓടി എന്നുള്ളതും ഒക്കെ ഗോകുലം ഇറങ്ങിപ്പോയി എന്നുള്ളതും ഒക്കെ സാറ് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഓർമ്മ വരും. അപ്പോൾ ആ ഒരു സംതൃപ്തി എനിക്ക് ഇവിടെ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫോർച്യൂണിൽ തന്നെ തിരിച്ചു വന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഉള്ളവരെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആനന്ദ് സാറാണ്, ഇത് നിതിൻ സാറാണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും എനിക്ക് വേറൊരിടത്ത് പോകുമ്പോൾ കിട്ടത്തില്ല. അത് തന്നെ ഇവിടെ വന്നത്. ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് KS എഴുതാനും പറ്റിയത്. ഞാൻ ആ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് രണ്ടാമതും റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടും അത് ക്ലാസ്സസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് കൊണ്ടും ഞാൻ ഇവിടെ വന്ന് പിന്നെ വൈറ്റ് ബുക്കൊക്കെ വാങ്ങിച്ച് അതിൽ നോട്ട് കൂടെ വെച്ചിട്ട് എൻ്റെ നോട്ട് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ നോട്ട് എഴുതുന്ന മടിയുള്ളത് കൊണ്ട് വൈറ്റ് ബുക്ക് എനിക്കൊരു റിസർവോയർ ആയിരുന്നു. കാരണം എഴുതണ്ടല്ലോ, ഇതിലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ എനിക്കധികമുള്ള സാധനങ്ങൾ മാത്രം എഴുതിപ്പോയാൽ മതി എന്ന് പറയുമ്പോൾ അതും ഒരു ഹെൽപ്പായിരുന്നു. പിന്നെ ഞാൻ റീസ്റ്റാർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോഴാണ് ഇവിടുത്തെ ക്ലാസ്സും റീസ്റ്റാർട്ടും കൂടി ആയപ്പോൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു ഇൻഹിബിഷനൊക്കെ മാറി. പക്ഷേ റീസ്റ്റാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ മടി ഇങ്ങനെ കിടപ്പുണ്ട്, എഴുതാനുള്ള മടിക്ക് മേൽ ഞാൻ റീസ്റ്റാർട്ടിൽ ഇങ്ങനെ നരയ്ക്കുന്നതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. PTS ഒക്കെ ചെയ്യും, ഇങ്ങനെ PTS 2 അവറിൽ നിന്ന് എഴുതാം. പക്ഷെ 2 അവറിൽ നിന്ന് എഴുതുന്നു എന്ന് പറയുന്നത് എനിക്കൊരു മടിയുള്ള സാധനമായിരുന്നു. പക്ഷെ ഇപ്പം അല്ല. KSൻ്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതി തീർത്തിട്ടുണ്ട്. പക്ഷേ റീസ്റ്റാർട്ടെങ്ങും നാളെ എനിക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ കുറച്ചൊന്ന് നീക്കി പഴയ എഴുതാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷേ സമയത്ത് എഴുതി തീർക്കണം കേട്ടോ. എൻ്റെത് കേട്ട് ആരും മോട്ടിവേറ്റ് ആവരുത്. സമയത്ത് എഴുതി തീർക്കുക, അത് എഴുതി പഠിക്കുക. എനിക്ക് ഈ കൈവേദനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാക്ക് കേട്ട് ആരും ഇൻഫ്ലുവൻസ് ആവരുത്. അവരവർ എഴുതാൻ പറ്റുന്ന മാക്സിമം എഴുതി തീർക്കുക. പ്രത്യേകിച്ചും നമുക്ക് ആ 2 അവറിനകത്തോ 3 അവറിനകത്തോ മൊത്തം എഴുതി തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്താൽ എനിക്കൊന്ന് സിവിൽ സർവീസിൻ്റെ മെയിൻസിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എഴുതി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പെർഫെക്റ്റ് ആൻസറിന് കിട്ടുന്ന 7 മാർക്കിനെയും കാട്ടി കൂടുതൽ കുഞ്ഞു കുഞ്ഞു ആൻസറിന് കിട്ടുന്ന ഓരോ മാർക്കും വാല്യൂ ചെയ്യുന്നുള്ളത് എനിക്കറിയാം. ദിവ്യ, ഇതൊരു ലോങ് പ്രിപ്പറേഷൻ ജേർണി ആയിരുന്നു. അതിനിടയ്ക്ക് ആൾക്കാർ നമ്മളെ കളിയാക്കിയ കാര്യമൊക്കെ നമ്മളിടയ്ക്ക് സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് തന്നെ ഇടയ്ക്ക് ഇത് മതി, നിർത്തിയിട്ട് പോവാം, ശരിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും വന്നിരുന്നോ? അതെങ്ങനെ ഓവർകം ചെയ്തേ? പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കളിയാക്കുന്ന സമയത്തൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു.
പിന്നെ ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ എഴുതാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ സെലിബ്രിറ്റി ആവും. പകുതി IAS ആയി തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ എന്തായി, പഠിക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പം ആ ഒരു കാര്യം വേണ്ട എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ രണ്ടാമത്തെ ഫേസിൽ വന്ന സമയത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ രണ്ടിടത്തുമായിട്ട് നിൽക്കുന്നു, കുഞ്ഞിനെ മാനേജ് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ PSC എഴുതുന്നുണ്ടായിരിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എല്ലാവർക്കും. അപ്പോൾ ആദ്യം നമ്മൾ മാക്സിമം ഒളിപ്പിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ദെൻ ഈ 2024 ഈ പറയുന്നത് പോലെ ഞാൻ റീസ്റ്റാർട്ടൊക്കെ പതുക്കെ എഴുതിയതിൻ്റെ ഒരു ഒരു ഇഷ്യൂ എനിക്ക് ആ പ്രാവശ്യത്തെ പ്രിലിംസിനുണ്ടായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യത്തെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ചെറിയൊരു മാർജിനിലാണ് എനിക്ക് പോയത്. നന്നായിട്ട് ഞാൻ PTS ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രിലിംസ് കിട്ടിയത്. കാരണം CSAT ആയിരുന്നു ഇപ്രാവശ്യം എല്ലാവർക്കും പോയത്. എനിക്ക് CSATന് മാർക്കുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് വരികയും പിന്നെ ഈ പറയുന്ന പോലെ രണ്ടുപേരും വളരെ കുഞ്ഞുമായിട്ടും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ടൈം സ്പാനിൽ ഞങ്ങൾ രണ്ട് നിൽക്കുക എന്ന് പറയുന്നത് എനിക്കൊരു മെൻ്റലി പ്രശ്നമാണ്. ദെൻ പുറത്തുള്ളവർക്ക് അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. ഭർത്താവ് ഉപേക്ഷിച്ചതാണോ, നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയതാണോ, എന്താ രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കുന്നത്, ഒരു ഫംഗ്ഷന് പോകുമ്പോഴും രണ്ടുപേരും ഒന്നിച്ചില്ലാതിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനി പഠിക്കുന്നില്ല, അവളാരെയും തീരുമാനിച്ചായിരുന്നു. അതായത് റീസ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ 2024 സ്റ്റാർട്ടിങ് റിസൾട്ട് വന്ന സമയത്ത്, പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നിർത്താം എന്ന് വിചാരിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, ഇത്രയൊക്കെ പഠിച്ച ആളിന്, 3-4 പേരെ സർവീസിൽ കയറ്റിയ ആളിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എന്നെയും കാട്ടി കൂടുതൽ ആ പാവത്തിനുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും 6ാമത്തെ അറ്റംപ്റ്റ് വരെ കൊടുക്കണം. അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് എന്നെ രണ്ടാമത് തള്ളിവിട്ട ആൾ എൻ്റെ ഹസ്ബൻഡാണ്. ആൻഡ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ KS വന്ന് എഴുതുന്നതും സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും. ആൻഡ് KSൻ്റെ പ്രിലിംസ് എഴുതുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, അന്ന് ഹസ്ബൻഡ് സുഖമില്ലാതെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്ന് വന്ന് എഴുതി തിരിച്ചു പോയി വീണ്ടും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് കിട്ടാത്തതുകൊണ്ട് എന്നാ പറഞ്ഞത്. ചോദിച്ച് എന്താ നീ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു, കിട്ടുമോ കിട്ടൂല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഞാനിപ്പോൾ എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആരോടും പറയണ്ട, കാരണം കിട്ടിയില്ല എല്ലാവരും ചോദിക്കും എന്താ എളുപ്പമുണ്ടായിട്ട് കിട്ടാത്തതെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഹാപ്പി ആയിരുന്നു. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. വളരെ കുറച്ച് ആൾക്കാരുടെ, അതായത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അറിയാവുന്ന ആൾക്കാരോട് മാത്രം പറഞ്ഞു. മെയിൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ രാത്രിയാണ് നോക്കുന്നത്. മെയിൻസിൻ്റെ റിസൾട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ല, കാരണം എൻ്റെ ഉള്ളിൽ കിട്ടില്ല എന്നൊരു തോട്ട് പ്രോസസ്സായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ വെറുതെ നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ജനറൽ ലിസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് എൻ്റെ റോൾ നമ്പർ ഓർമ്മയില്ല. ഞാൻ എൻ്റെ റോൾ നമ്പറിൽ പോയിട്ട് റോൾ നമ്പർ നോക്കിയപ്പോൾ എൻ്റെ റോൾ നമ്പർ കിടക്കുന്നു മെയിൻ ലിസ്റ്റിൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി. ഒരു കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇത് ഞാൻ തന്നെയാണോ ഇതിൽ രണ്ടിലും ഉള്ളത്, ഇനി സ്ട്രീം 2ഓ 3ഓ മാറി വന്നിരിക്കുന്നതാണോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കി. എന്നിട്ട് 10-15 മിനിറ്റ് ഞാനിത് പ്രോസസ്സ് ചെയ്യാനെടുത്തു. ഞാൻ ആദ്യം വിളിച്ച് പറയുന്നതും എൻ്റെ ഹസ്ബൻഡിനോടാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്നെ ഈ തിരിച്ചു വിട്ടതിൽ പുള്ളി ഹാപ്പി ആയി എന്നുള്ളതായിരുന്നു എൻ്റെ ഈ ജേർണിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർവ്യൂ കിട്ടി. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം പല ആൾക്കാരും വീട്ടിൽ വരികയും കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി സാറൊക്കെ വന്നിരുന്നു. അപ്പോൾ കൂടെ വിളിച്ച് നിർത്തി ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാവം എന്നെ പറഞ്ഞു വിട്ടതിന് എന്തെങ്കിലുമൊക്കെ ബലമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കൂടെ നിൽക്കുമ്പോൾ ഇത്രയും നാൾ കളിയാക്കിയവരൊക്കെ ഇപ്പോൾ വിളിച്ച് കൺഗ്രാറ്റ്സ് വരിക കിട്ടിയല്ലോ എല്ലാവരും ഒക്കെ ഗ്രൂപ്പിലും ഒക്കെ ഇടുമ്പോൾ ഇത്രയും നാൾ ഈ കേട്ടതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, ഒരു വാലിഡേഷൻ ആയല്ലോ ഇങ്ങനെ ചെയ്തതിനെന്നുള്ളൊരു സമാധാനം എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് ഇൻ്റർവ്യൂ ഏകദേശം വൈൻഡ് ചെയ്യേണ്ട ടൈമായി. നമ്മുടെ ലാസ്റ്റ് ക്ലീഷ്യേഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം UPSCക്കോ KSനോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടൈം ആസ്പിറൻറ്റിന് ദിവ്യയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ആരോടും പറയരുത് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ആദ്യം അവർ അനോളം പൊക്കും, പിന്നെ അവർ മഹാഭൂമിയോളം പിടിച്ച് താത്തും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ചുരുക്കി നിർത്തുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ആവുമെന്ന് ഉറപ്പുള്ള ആൾക്കാരോട് മാത്രമേ ഇത് പറയാവുള്ളൂ. കാരണം നിങ്ങൾക്കൊരു ഇതൊരു വലിയ ജേണിയാണ്. നിങ്ങൾക്ക് 1-2 വർഷം ചിലപ്പോൾ എടുക്കാം, എക്സാം തന്നെ 1 വർഷം എടുക്കാം. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഒരേപോലെ ഹാപ്പി ആയിട്ടോ സ്റ്റേബിളായിട്ടോ ഒരേ രീതിയിലോ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അങ്ങനെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം ഇത് പറയുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവരും ചോദിക്കും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നെസസറി ആണോ അല്ലയോ എന്നുള്ളത്.
എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിത്തം കുറേ അധികം സ്ട്രക്ചേർഡ് ചെയ്യാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഈ വന്ന ഈ ടോപ്പേഴ്സൊക്കെ എല്ലായിടത്തും നിങ്ങൾ പറഞ്ഞു നടക്കുന്നതാണ്. അപ്പോൾ അവർ ജെന്യുവിനായിട്ട് എവിടെയാണ് പഠിച്ചതെന്നുള്ളത് തിരക്കി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കി അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്നൊരു സ്ട്രക്ചർ കാണും. ഇതൊക്കെ ബേസ് ടെസ്റ്റുകളാണ്, ഇതെല്ലാം പഠിക്കണം. ഇപ്പോൾ ഫോർച്യൂണിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ആദ്യം വരുമ്പോൾ NCERTയുടെ ടെസ്റ്റുകളുണ്ട്, പിന്നെ ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ നമുക്ക് വൈറ്റ് ബുക്സ് ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് വൈറ്റ് ബുക്സിലായിരുന്നു 2019, ഇപ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈറ്റ് ബുക്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രെയിം വർക്കിനകത്ത് നിന്ന് നമ്മളിതൊരു റിസർച്ചർ ആവാൻ വേണ്ടി പഠിക്കുന്നതല്ല, പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബേസ് സെറ്റായി തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് PTS അറ്റൻഡ് ചെയ്യുക. ഞാൻ ചെയ്തിട്ടില്ല, ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടും PTSകൾ അറ്റൻഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കുറഞ്ഞാലും എന്തൊക്കെയായിരുന്നു ഇഷ്യൂ നിങ്ങൾക്ക് കറക്റ്റായതിനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങൾക്കത് ശരിയായി, നിങ്ങൾ പഠിച്ചു കിട്ടി. എന്തൊക്കെയാണ് നെഗറ്റീവ് വന്നത് അത് മനസ്സിലാക്കി വർക്ക് ചെയ്യുക, അത് റീവർക്ക് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ടൈമിൽ എഴുതി തീർക്കാനും കൃത്യമായിട്ട് എഴുതാനും ശ്രമിക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ കുറേ അധികം ഭാഗ്യവും വന്ന് ചേരും. പിന്നെ ഇൻ്റർവ്യൂ ഫേസിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഹാഫ് ലക്കും ഹാഫ് എഫേർട്ടുമാണ്. നമുക്ക് ചെന്ന് നിൽക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മോക്കുകൾ കൊടുക്കുക. അതിനും ഈ പറയുന്ന പോലെ ഡൽഹി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ നല്ല മോക്ക് കിട്ടും. ഈ പറയുന്ന പോലെ ടെക്നോളജി ഡെവലപ്പായപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് ഫോണിൽ വരെ നമുക്ക് മോക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മോക്കുകളെല്ലാം ചെയ്യുക. പിന്നെ റിസോഴ്സസ്, ഇത് പറയുന്ന പോലെ ChatGPT പോലുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ജേർണി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 8-9 വർഷം ആവാറായി. ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ കൂടെയുള്ളവർ എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് റാങ്ക് കിട്ടിയത്. അപ്പോൾ ആ ജേണിക്കിടയിൽ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യവും നല്ലത് വരും എന്നുള്ളത് വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ മാക്സിമം ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു നല്ല അതൊരു യൂണിവേഴ്സ് നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്കൊരു നല്ലത് നമ്മുടെ ടൈമിൽ തിരിച്ചു കൊണ്ടുവന്ന് തന്നിരിക്കും. ആൻഡ് ഈ പറയുന്നത് പോലെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇങ്ങനൊരു ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത്. ഫോർച്യൂണിൽ ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഞാനൊരു ദിവസം അവിടെ ഇരിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊരു യൂഫോറിയ മൊമെൻ്റാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ജെനുവിൻ കോൺവെർസേഷൻ ആയിരുന്നു. ദിവ്യ ഭയങ്കര ഹാർട്ടിൽ നിന്ന് സംസാരിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് സ്റ്റുഡൻസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.